പ്രിയപ്പെട്ട സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് മലയാളം മനസ്സിലാകും എന്ന് ഞാൻ കരുതുകയാണ്. മലയാളത്തിൽ സംസാരിക്കട്ടെ? കന്നഡയിൽ സംസാരിക്കാൻ എനിക്കറിയില്ല, അതുകൊണ്ട് മലയാളത്തിൽ സംസാരിക്കാനാണ്. തൊട്ടപ്പുറത്തെ തമിഴ് സഹോദരന്മാർ ഉച്ചത്തിൽ തമിഴിൽ സംസാരിക്കുന്നതും അപ്പുറത്തുള്ളവർ തെലുങ്കിൽ സംസാരിക്കുന്നതുമെല്ലാം ഇന്ന് ഇന്ത്യയിൽ ഒരു വലിയ സമരമാണ് എന്ന് നമ്മൾ സ്വയം തിരിച്ചറിയുന്നു. ഒരു രാഷ്ട്രം, ഒരു ഭാഷ, ഒരു സംസ്കാരം, ഇതാണ് BJPയുടെ മുദ്രാവാക്യം. എന്തുകൊണ്ട് നമ്മൾ RSSനെ എതിർക്കുന്നു? എന്തുകൊണ്ടാണ് RSSന്റെ രാഷ്ട്രീയ നിലപാടുകളെ നമ്മൾ തുറന്നെതിർക്കുന്നത്? എന്തുകൊണ്ട് RSSനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്നും ഇന്ത്യൻ ഭരണസിംഹാസനത്തിൽ നിന്നും പിഴുതെറിയണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നു? അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഒരൊറ്റ മുദ്രാവാക്യമാണ്: ഒരു രാഷ്ട്രം, ഒരു ഭാഷ, ഒരു സംസ്കാരം. അത് ഇന്ത്യയുടെ ഭരണഘടനയ്ക്കെതിരാണ്. എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം? അത് പ്ലൂറലിസത്തിൻ്റെതാണ്, ബഹുസ്വരതയുടേതാണ്. RSSന്റെ മന്ത്രം ഒരു രാഷ്ട്രം, ഒരു ഭാഷ, ഒരു സംസ്കാരം എന്നാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ മന്ത്രം യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം എന്നതാണ്. ഡെമോക്രാറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ 1980 നവംബർ മാസത്തിൽ പഞ്ചാബിന്റെ ലുധിയാനയിൽ ചരിത്രത്തിൽ ആദ്യമായി ഈ ചുവന്ന നക്ഷത്രവും ചുവന്ന അക്ഷരങ്ങളും പതിഞ്ഞ ഡിവൈഎഫ്ഐയുടെ ഈ വെള്ള പതാക ആകാശത്തിന്റെ അനന്തതയിലേക്ക് പാറി ഉയർന്നു. ഡിവൈഎഫ്ഐ ജന്മമെടുത്ത 1980 മുതൽ 4 വരെയുള്ള ഇന്ത്യയുടെ ചരിത്രത്തിൽ നമ്മൾ നടത്തിയ സമരങ്ങൾ, നമ്മൾ ഏറ്റുവാങ്ങിയ ത്യാഗങ്ങൾ, നമ്മൾ നടത്തിയ മഹാമുന്നേറ്റം എല്ലാം ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ സംരക്ഷിക്കുവാനുള്ള പോരാട്ടങ്ങളായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അല്പമപ്പുറത്ത് ഒരു തിരഞ്ഞെടുപ്പ് വന്ന് കാത്തു നിൽക്കുകയാണ് നമ്മളെ. ആ തിരഞ്ഞെടുപ്പിൽ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇന്ത്യ ജീവിച്ചിരിക്കണമോ, ഇന്ത്യ മരിക്കണമോ എന്ന ചോദ്യമാണ്. പണ്ടൊരിക്കൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി, പറഞ്ഞു: ഹു ലീവ്സ് ഇന്ത്യ ഡൈസ്, ഹു ഡൈസ് ഇന്ത്യ ലീവ്സ്. ഇന്ത്യ മരിക്കുകയാണെങ്കിൽ ആരാണ് ജീവിച്ചിരിക്കുക? ഇന്ത്യ ജീവിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ ആരാണ് മരിക്കുക? ഹു ലീവ്സ് ഇന്ത്യ ഡൈസ്, ഹു ഡൈസ് ഇന്ത്യ ലീവ്സ്. ഇന്ത്യ മരിക്കണമോ, ഇന്ത്യ ജീവിച്ചിരിക്കണമോ? RSS ലക്ഷ്യം വെക്കുന്നത് ഞാൻ പറഞ്ഞു. RSS ഈ രാജ്യത്ത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയത്, വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ 2014 മുതൽ അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിന് കയ്യിൽ ഒരു വികസന മന്ത്രവുമില്ല. എന്തുണ്ട് ഉയർത്തിക്കാണിക്കാൻ അവർക്ക്? 10 വർഷമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിൽ വലിയ ഭൂരിപക്ഷത്തോടെ നരേന്ദ്രമോദി ഭരിച്ചത്. എന്താണ് ബാലൻസ്? എന്തു പറഞ്ഞുകൊണ്ടാണ് 2024 തിരഞ്ഞെടുപ്പിന് പുറത്തു പോകാനാവുക? നോട്ട് നിരോധനത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണോ? ഈ കഴിഞ്ഞ 10 വർഷത്തിലെ നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ സംഭാവന രാജ്യത്ത് നോട്ട് നിരോധനമാണ്. 2, ഒരു മുന്നൊരുക്കവുമില്ലാതെ നടപ്പിലാക്കിയ GST ആണ്. കോവിഡ് പാൻഡമിക്കിന്റെ സമയത്ത് നമ്മുടെ രാജ്യത്ത് എത്രയെത്ര മനുഷ്യരാണ് തെരുവിൽ മരിച്ചു വീണത്. അഭയാർത്ഥികളെ പോലെ ഇന്ത്യയിലെ കുടിയേറ്റ തൊഴിലാളികൾ, മൈഗ്രന്റ് ലേബേഴ്സ്, ഒരു പട്ടണത്തിൽ നിന്ന്, ഒരു നഗരത്തിൽ നിന്ന് മറ്റൊരു നഗരത്തിലേക്ക്, സ്വന്തം ഗ്രാമങ്ങളിലേക്ക് യാത്ര ചെയ്യവേ മരിച്ചുപോയ മനുഷ്യരെത്ര? പട്ടിണി കിടന്ന് മരിച്ച മനുഷ്യരെത്ര? 10 വർഷം നരേന്ദ്രമോദിയെ ഭരിക്കുമ്പോൾ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്, ലോകത്തിലെ പട്ടിണി രാഷ്ട്രങ്ങളുടെ, പട്ടിണി രാജ്യങ്ങളുടെ കണക്ക് പുസ്തകത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 111. നമ്മുടെ അയൽ രാജ്യങ്ങളിൽ പലരും നമ്മളെക്കാൾ പുറകിൽ നിന്നവരാണ്.
വികസനത്തിൽ എല്ലാ കാര്യത്തിലും. പക്ഷേ പട്ടിണിയിൽ നമ്മൾ അവരെയും കവച്ചു വെച്ചിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് ദളിതർക്കെതിരായ കടന്നാക്രമങ്ങൾ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. വീടില്ലാത്ത മനുഷ്യരുടെ എണ്ണം ഉയർന്നുകൊണ്ടിരിക്കുന്നു. തൊഴിലില്ലായ്മ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയ്ക്ക് രാജ്യമെന്ന് സാക്ഷ്യം വഹിക്കുന്നു. 3 വലിയ വിപത്തുകൾ ഇന്ന് ഇന്ത്യൻ യുവത്വത്തെ തുറച്ചു നോക്കുന്നു. ഒന്ന് തൊഴിലില്ലായ്മ, മറ്റൊന്ന് യോഗ്യതയ്ക്കനുസരിച്ചുള്ള വേതനം ലഭിക്കാത്ത ചെറുപ്പക്കാരന്റെ അവസ്ഥ. ജോലിയുണ്ടോ എന്ന് ചോദിച്ചാൽ ജോലിയുണ്ട്, പക്ഷേ ആ ജോലിക്കനുസരിച്ചുള്ള കൂലി കിട്ടുന്നില്ല. അണ്ടർ എംപ്ലോയ്മെന്റ് തീരുന്നില്ല. ജോലി സ്ഥിരതയില്ല, സ്ഥിരം ജോലിയില്ല. അതേസമയം മറുവശത്ത് ഓരോ ദിവസവും ജീവിത ചെലവ് കുതിച്ചുയരുന്നു. എങ്ങനെ ജീവിക്കുമെന്നൊരു ചോദ്യം ഇന്ത്യൻ യൗവനത്തെ, മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ മനുഷ്യരെ തുറിച്ചു നോക്കും. അവിടെ എങ്ങനെയാണ് നമുക്ക് അതിജീവിക്കാനാവുക? അസമത്വത്തിന്റെ പറുദീസയായി ഇന്ത്യ മാറി. ഒരു വശത്ത് അസമത്വം, മറുവശത്ത് നോക്കൂ നിങ്ങൾ, നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷതയുടെ അലകും പൊട്ടിയും മാറ്റുകയാണ്. അതിന്റെ ഫാബ്രിക്, സെക്കുലർ ഫാബ്രിക് തകർത്തെറിയുകയാണ്, ബുൾഡോസ് ചെയ്യുകയാണ്. ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഈ രാജ്യത്ത് ബുൾഡോസർ കയറ്റി കൊന്നുകളഞ്ഞ മനുഷ്യരെത്രയാണ്? പാർലമെന്റ് അംഗപദത്തിലും ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് നിലയിലും ഞാൻ ഹരിയാനയിലെ നൂഹിലേക്ക് പോയി. ഹരിയാനയിലെ നൂഹ് എന്താണ്? മനുഷ്യർ, എല്ലാ മതത്തിലുമുള്ള മനുഷ്യർ. ഹരിയാനയിലെ ഏക മുസ്ലിം ഭൂരിപക്ഷ ജില്ലയാണ് നൂഹ്. ആ നൂഹിൽ വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ഉണ്ടാക്കിയതാണ് വർഗീയ കലാപം, ആസൂത്രണം ചെയ്തതാണ്. മനുഷ്യരെ കൊന്നു, പള്ളിയിൽ ഇമാമിനെ കൊലപ്പെടുത്തി, വീടുകൾ ആക്രമിച്ചു. ഞങ്ങൾ അവിടേക്ക് പോകുമ്പോൾ CPIM-ന്റെ പ്രതിനിധി സംഘം, എംപിമാരടങ്ങുന്ന സംഘവും പാർട്ടി നേതാക്കളും കർഷക നേതാക്കളും അടങ്ങുന്ന സംഘം ഹരിയാനയിലെ നൂഹ് സന്ദർശിക്കുമ്പോൾ അവിടുത്തെ മുസ്ലിം ചെറുപ്പക്കാരിൽ പലരും അവിടെ ഇല്ല. ഞങ്ങൾ കണ്ട കാഴ്ചയുണ്ടല്ലോ, നിരപരാധികളായ മനുഷ്യരുടെ വീടുകൾ ബുൾഡോസർ കയറ്റി ഇടിച്ചു കളഞ്ഞത് RSS ആയിരുന്നില്ല, ജില്ലാ ഭരണകൂടമായിരുന്നു. ജില്ലാ ഭരണകൂടം തന്നെ RSS ആയി മാറുന്ന കാഴ്ച ഡൽഹിയിലെ ജഹാംഗീർപുരി കണ്ടില്ലേ നിങ്ങൾ? ഭരണകൂടം തന്നെ മനുഷ്യരെ സംഘപരിവാറിന്റെ പണിയെടുത്ത് ഇടിച്ച് നിരത്തുന്നു. നമ്മുടെ രാജ്യം നമ്മൾ കാണുന്ന കാഴ്ചകൾ എന്താണ്? 2002 ഗുജറാത്ത് വംശഹത്യ നടന്നത്. ആ ഗുജറാത്ത് വംശഹത്യയിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു വനിത, ഗുജറാത്തുകാരി, അവളെ ബലാത്സംഗം ചെയ്ത കേസിൽ സുപ്രീം കോടതി വരെ ശിക്ഷിച്ച പ്രതികളെ പുറത്തിറങ്ങി. ഏകപക്ഷീയമായ നീതി നിർവഹണം രാജ്യത്തിന്റെ മതനിരപേക്ഷ സ്വഭാവത്തെ പൂർണ്ണമായി തകർക്കുന്നു. പാർലമെന്റ് അംഗമെന്ന നിലയിൽ ഇന്ത്യ പാർട്ടികളുടെ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായിട്ടാണ് മണിപ്പൂരിലേക്ക് പോകാനുള്ള അവസരം എനിക്ക് ലഭിച്ചത്. മണിപ്പൂർ എന്റെ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ ശബ്ദം നിലച്ചുപോയ, വാക്കുകൾ നിലച്ചുപോയ, എന്തു പറയണമെന്നറിയാതെ നിന്നുപോയ നിമിഷങ്ങളായിരുന്നു അത്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ന്യൂഡായി, നഗ്നരായി നടത്തപ്പെട്ട സ്ത്രീകൾ, നടു റോഡിലിട്ട് ബലാത്സംഗം ചെയ്യപ്പെട്ട സഹോദരി, നഗ്നരാക്കി ഒരു കൂട്ടം ക്രിമിനലുകൾ അവരുടെ ലൈംഗികമായി ആക്രമിച്ച് അവരെ അധിക്ഷേപിച്ച് തെരുവിലൂടെ ഇങ്ങനെ പരേഡ് നടത്തിക്കൊണ്ടുപോയ കാഴ്ച. ആ വിക്ടിംസിനെ, ആ ഇരകളെ താമസിപ്പിച്ചിരിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ പോയി അവരുടെ രക്ഷകർത്താക്കളുമായി സംസാരിച്ചു. അതിലൊരു വിക്ടിമിന്റെ അമ്മയുടെ മുമ്പിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ ഞാൻ മാത്രമല്ല, ആ പ്രതിനിധി സംഘത്തിലുണ്ടായിരുന്ന മുഴുവൻ എംപിമാരുടെയും നാവുകൾ നിശബ്ദമായി. ചുട്ടുകണക്കാനായില്ല നമുക്ക്. എന്ത് പറയും അവരോട്? അവരുടെ ഭർത്താവിനെ കൊലപ്പെടുത്തി അവരുടെ മുൻപിലിട്ട്, മകനെ കൊലപ്പെടുത്തി, ആ അമ്മയുടെ ഏക മകളെ നഗ്നയാക്കി നടുറോഡിൽ അപമാനിച്ചു, ബലാത്സംഗം ചെയ്തു.
ഞാനും നിങ്ങളും ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും മണിപ്പൂർ ശാന്തമായോ? മണിപ്പൂർ, ഹരിയാനയിലെ ആസാം മദ്രസകൾ ഇടിച്ചു നിരത്തുന്നു. നോർത്ത് ഈസ്റ്റിൽ ക്രൈസ്തവാരാധനാലയങ്ങൾ ഇടിച്ചു നിരത്തുന്നു. സംഘപരിവാരത്തിനു പറയാൻ ഒരു വികസന മന്ത്രവും കയ്യിലില്ല. 10 വർഷം കൊണ്ട് രാജ്യത്ത് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു മേന്മ സൃഷ്ടിച്ചു, തൊഴിലില്ലായ്മ ഇല്ലാതാക്കി, പറയാനില്ല. വിലക്കയറ്റം പിടിച്ചു നിർത്തി, പറയാനില്ല. പെട്രോളിന്റെ ഡീസലിന്റെ വില പിടിച്ചു നിർത്തി, പറയാനില്ല. ഒരു കാര്യവും അവകാശപ്പെടാനില്ല. അതുകൊണ്ട് അവർ അപകടകരമായ ആയുധം കയ്യിലെടുക്കുകയാണ്. എങ്ങനെയാണ് RSS ഇന്ന് അധികാരത്തിലേക്ക് എത്തിയത്? നിങ്ങൾ നോക്കൂ, രാമജന്മഭൂമി ബാബറി മസ്ജിദ് പ്രശ്നം മൈനസ് ചെയ്താൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJP എവിടെയെങ്കിലും ഉണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ BJP? രാമജന്മഭൂമി ബാബറി മസ്ജിദ് പ്രശ്നത്തെ രാഷ്ട്രീയായുധമായി ഉയർത്തി, രാമന് രാഷ്ട്രീയായുധമാക്കി. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൊടും കുറ്റകൃത്യങ്ങൾ 2 എന്നാണ്, 2 സംഭവം എന്നാണ് എൻ്റെ അഭിപ്രായം. 2 സംഭവങ്ങൾ. ആ 2ഇടത്തും രാമനുണ്ടായിരുന്നു. 2ഇടത്തും രാമനുണ്ടായിരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ കൊടും കുറ്റകൃത്യം ഏത്? അത് നടന്നത് 1948 ജനുവരി മാസം 30-നായിരുന്നു. ബിർള മന്ദിരത്തിന്റെ പുൽപ്പരവതാനിയിൽ താൻ നടന്നു നീങ്ങുന്ന പുൽക്കൊടിത്തുമ്പിന് പോലും ഒന്ന് വേദനിക്കുമെന്ന് കരുതി നടന്നു പോയിക്കൊണ്ടിരുന്ന മഹാത്മാഗാന്ധിയുടെ കാൽ തൊട്ട് വന്നിച്ച് നിവർന്നെഴുന്നിട്ടിരുന്ന നാഥുറാം വിനായക് ഗോഡ്സെയുടെ കറുത്ത നിറമുള്ള റിവോൾവറിൽ നിന്ന് പുറത്തേക്ക് തെറിച്ച വെടിയുണ്ടകൾ തകർത്തെറിഞ്ഞത് മഹാത്മാഗാന്ധി എന്ന ഇന്ത്യയുടെ സർവസ്വമായൊരു മഹാമനുഷ്യനെ. അവിടെ രാമനുണ്ടായി. എങ്ങനെ രാമനുണ്ടായി? ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആ കൊടും കുറ്റകൃത്യത്തിന് രാമൻ സാക്ഷിയായി. എങ്ങനെ രാമൻ സാക്ഷിയായി? അപ്രതീക്ഷിതമായി മരിച്ചു വീഴുമ്പോൾ, വെടിയേറ്റ് വീഴുമ്പോൾ ഗാന്ധി ഉരുവിട്ടു. ഗാന്ധി സാക്ഷ്യം നിർത്തി, ഹേ റാം. ഇന്ത്യയുടെ ചരിത്രത്തിലെ 2ാമത്തെ കൊടും കുറ്റകൃത്യം 48 ജനുവരി 30 ഗാന്ധി വധം കഴിഞ്ഞാൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ കൊടും കുറ്റകൃത്യത്തിന്റെ പേര് നടന്ന ദിവസം 1992 ഡിസംബർ 6 പകൽ 12:15 ബാബറി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ സംഘപരിവാർ തകർത്തെറിഞ്ഞു. ഇന്ത്യയുടെ ചരിത്രത്തിലെ 2ാമത്തെ കൊടും കുറ്റകൃത്യം. ദൗർഭാഗ്യവശാൽ അവിടെയും രാമൻ സാക്ഷി. എങ്ങനെ രാമൻ സാക്ഷി? ജയ് ശ്രീറാം RSS വിളിച്ചു. ഇതിൽ ഏതു രാമനാണ് നിങ്ങളുടെ രാമൻ? ഇപ്പോഴും മഹാത്മാഗാന്ധി അന്തിയുറങ്ങുന്ന രാജ്ഘട്ടിലേക്ക് ചെന്നാൽ നിങ്ങൾക്ക് കാണാനാകും, ഹേ റാം. മരണത്തിൽ പോലും ഗാന്ധി രാമനെ സാക്ഷി നിർത്തി. മരണത്തെ ഏറ്റുവാങ്ങുമ്പോൾ പോലും, അപ്രതീക്ഷിതമായി വെടിയേറ്റ് അണയുമ്പോൾ പോലും ഹേ റാം എന്ന് വിളിക്കാൻ കഴിഞ്ഞ ഗാന്ധി അതേ നാവ് കൊണ്ട് പറഞ്ഞു, ഈശ്വര അല്ലാ തേരെ നാം. ഈശ്വര അല്ലാ തേരെ നാം. ഗാന്ധിയുടെ ഹൃദയത്തിൽ രാമനുണ്ടായിരുന്നു. അതുപോലെ മറ്റൊരു മന്ത്രവും ഉണ്ടായിരുന്നു, ഈശ്വര അല്ലാ തേരെ നാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഇന്ത്യ ഗാന്ധിയെ മറക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യ. പാഠപുസ്തകങ്ങളിൽ നിന്ന് ഗാന്ധിയെ മാറ്റും. പാഠപുസ്തകങ്ങളിൽ ഗോഡ്സെയെ കുടിയിരുത്താൻ ശ്രമിക്കുന്നു. പാഠപുസ്തകങ്ങളിൽ നിന്ന് ജവഹർലാൽ നെഹ്റുവിനെ മറയ്ക്കാൻ ശ്രമിക്കുന്നു. ഇന്ത്യയുടെ മതനിരപേക്ഷമായ ഭരണഘടനയെയും ചരിത്രത്തെയും ഒന്ന് കുഴിച്ചുകൂടാൻ ശ്രമിക്കുന്നു. ഇന്ത്യ വൈവിധ്യങ്ങളുടേതാണ്. ഇന്ത്യ മതനിരപേക്ഷതയുടേതാണ്. ഇന്ത്യ ജനാധിപത്യത്തിന്റെ നാടാണ്. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് ഫെഡറൽ പ്രിൻസിപ്പിൾസ് ആണ്, തത്വങ്ങളാണ്. അതിനെല്ലാം കുഴിച്ചുകൂടുന്നു. എന്നിട്ട് ഞാൻ ആദ്യം പരാമർശിച്ചതുപോലെ RSS ഒരൊറ്റ മന്ത്രത്തിൽ ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്തെ ബഹുസ്വരതയുടെ ഈ നന്മയുടെ നാടിനെ കൊണ്ടുകെട്ടാൻ ശ്രമിക്കുന്നു.
അതാണ് ഒരു രാഷ്ട്രം, ഒരു ഭാഷ, ഒരു സംസ്കാരം. ഞാൻ സുദീർഘമായ സംഭാഷണത്തിലേക്ക് പോകുന്നില്ല. ഇത് മംഗലാപുരം. സംഘപരിവാർ ഇന്ത്യയുടെ പല കേന്ദ്രങ്ങളും പരീക്ഷണ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിലൊന്നായിരുന്നു ഗുജറാത്ത്, അതിൽ മറ്റൊന്നായിരുന്നു UP. ഞാൻ നിങ്ങളോട് പറയുന്നു, RSS വർഗീയതയുടെ ഡിവൈഡ് ആൻഡ് റൂളിന്റെ ഭിന്നിപ്പിച്ചു ഭരിക്കാൻ, വർഗീയമായി വേർതിരിക്കാൻ, പരസ്പരം ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും കയ്യിൽ ആയുധങ്ങൾ കൊടുക്കാൻ സംഘപരിവാർ പരീക്ഷണശാലയായി കണ്ട ഈ ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ഇടമാണ് മംഗലാപുരം എന്ന് നമുക്കറിയാം. നിങ്ങൾ വിഭജിപ്പിക്കാൻ ശ്രമിച്ച മംഗലാപുരത്തിന്റെ മണ്ണിലിതാ ചുവന്ന നക്ഷത്രവും ചുവന്ന അക്ഷരങ്ങളും പതിഞ്ഞ ഈ വെള്ളപ്പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യനെന്നോ വേർതിരിവില്ലാതെ നമ്മൾ ഒരുമിച്ച് പറയുന്നു, ഇന്ത്യയെ ഭരിക്കാൻ ഞങ്ങൾ വിട്ടുതരില്ല. ഇന്ത്യൻ ഭരണഘടനയെ ഇല്ലാതാക്കാൻ ഞങ്ങൾ വിട്ടുതരില്ല. ഒരു രാഷ്ട്രം, ഒരു ഭാഷ, ഒരു സംസ്കാരം അടിച്ചേൽപ്പിക്കാൻ ഞങ്ങൾ നിന്നുതരില്ല. ഈ നാട് ഷഹീദ് ഭഗത് സിംഗിന്റെ നാട്, രാജ്ഗുരുവിന്റെ നാട്, സുഖദേവിന്റെ നാട്, പ്രീതിലത വഡേദാർ എന്ന രക്തസാക്ഷിയുടെ നാട്, ചന്ദ്രശേഖർ ആസാദിന്റെ നാട്, മഹാത്മാഗാന്ധിയുടെ നാട്, പണ്ഡിറ്റ് നെഹ്റുവിന്റെ നാട്, അംബേദ്കറിന്റെ നാട്, അങ്ങനെ മതനിരപേക്ഷതയുടെ പോരാളികളുടെ നാട്. ആ നാടിനെ, ഈ രാജ്യത്തെ ലോകത്തിലെ ഏറ്റവും വലിയ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കുവാനുള്ള മഹത്തരമായ പോരാട്ടത്തിൽ ഇന്ത്യൻ യുവത, ഡെമോക്രാറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇനിയും കുതിപ്പോടെ മുന്നോട്ട് പോകുമെന്ന് വിനയപൂർവം ഈ നല്ല നാടിന് ഉറപ്പ് നൽകിക്കൊണ്ട്, എന്റെ പ്രിയപ്പെട്ടവരെ, കർണാടക സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന, ഇതിന്റെ സമാപന റാലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മംഗലാപുരത്തിന്റെ നല്ല മനസ്സിലെ, നല്ല നാടിനെ, നല്ല മനുഷ്യരെ ഞാൻ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ വേദിയിൽ എനിക്ക് ശേഷം സംസാരിക്കാൻ വരുന്നത്, ഞാനും കേൾക്കാൻ കാത്തിരിക്കുന്നത് പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ശ്രീ പ്രകാശ് രാജനെയാണ്. നിലപാടുള്ളവർ. ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പതാക ഏന്തി പൊതുരാഷ്ട്രീയത്തിന്റെ വഴിയിൽ രാഷ്ട്രീയ പ്രവർത്തകരായി മാറുക മാത്രമല്ല, സർവരും രാഷ്ട്രീയക്കാരുകളാവുക എന്നുള്ളതാണ്. പാബ്ലോ നെരൂദ ഒരിക്കൽ പറഞ്ഞു, കവിയായിരുന്നു നെരൂദ പറഞ്ഞു, വസന്തത്തെ കുറിച്ച് ഞാൻ അങ്ങനെ എഴുതാനാണ്, വരൂ ഈ തെരുവിലെ ചോര കാണും. കവിക്ക്, സാഹിത്യകാരന്, എഴുത്തുകാരന്, സിനിമ ചലച്ചിത്രകാരന്, എല്ലാവർക്കും, ചിത്രകാരന്, എല്ലാവർക്കും ഇന്ന് രാഷ്ട്രീയം വേണം. ഇന്നത്തെ ഇന്ത്യയിൽ എനിക്കൊരു രാഷ്ട്രീയവുമില്ല, ഞാൻ നിഷ്പക്ഷനാണ് എന്നൊരാൾ പറയുകയാണെങ്കിൽ അയാൾ വളരെ കൃത്യമായി മറുപക്ഷം ചേരുകയാണ്. നിശബ്ദത പാതകമാണ് ഇന്നത്തെ ഇന്ത്യയിലെന്ന് തിരിച്ചറിയുന്ന എന്റെ തടക്കത്തിൽ നിന്നുകൊണ്ട് എനിക്ക് നിർഭയമായി സംസാരിക്കാൻ അവകാശമുണ്ടെന്ന് ഒന്നിനെയും കൂസാതെ ചലച്ചിത്ര രംഗത്ത് നിന്നുകൊണ്ട് ഇതാ പ്രകാശ് രാജ് എന്ന പോരാളി, എന്റെ നാട്, ഞാൻ വരുന്നത് കേരളത്തിൽ നിന്ന്, കേരളത്തിലും പ്രകാശ് രാജിനെ പിന്തുടരുന്ന എത്രയോ പേരുണ്ട്. അതിന്റെ കാരണം നിലപാടുള്ളത് കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ നിലപാടിന്റെ വാക്കുകൾക്ക് കൂടി ഞാനിതാ കേൾക്കാൻ കാത്തു നിൽക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി ഈ സമ്മേളനത്തിന്, ചരിത്രപരമായ ഈ മംഗലാപുരത്തെ കർണാടക സംസ്ഥാന സമ്മേളനത്തിന് വിജയകരമാക്കിയ മുഴുവൻ പേരെയും ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ കമ്മിറ്റിക്ക് വേണ്ടി സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്ത് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു, നിർത്തുന്നു. അഭിവാദനങ്ങൾ.